എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഫുഡിൻ്റെ റെസിപ്പി എന്നല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, ഇതൊരു വ്ളോഗാണ്. ഇത് എങ്ങോട്ടാണ് പോയെന്ന് വെച്ചാൽ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും കൂടിയിട്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് കരുതിയിട്ട് ഷൂട്ട് ചെയ്തതാണ് ഞാൻ. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ ഡിസംബർ 27, 28 ഒക്കെ ആയിട്ടാണ് കേട്ടോ ഈ ട്രിപ്പ് തുടങ്ങിയത്. അപ്പോൾ ഒരു ഫോർട്ട് കൊച്ചി, മൂന്നാർ അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പോയതും. പക്ഷേ ഫോർട്ട് കൊച്ചിയിലത്തെ വീഡിയോ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ മൂന്നാറൊക്കെ പോയപ്പോൾ ടയേർഡായതുകൊണ്ട് പിന്നെ എനിക്ക് അത് എൻജോയ് ചെയ്യാൻ കഴിയാത്ത കാരണം വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ മാത്രം ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ആ മൊമെൻറ്റ്സൊക്കെ നമ്മൾ മിസ് ചെയ്യരുതെന്ന് കരുതിയിട്ട് ഞാനതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ട് പോയൊരു സ്ഥലമാണ് ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണു. കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആയി പ്ലാൻ ചെയ്യണം ഇങ്ങനെ എങ്ങോട്ടേലൊക്കെ ഒന്ന് ടൂറ് പോകേണ്ടതെന്ന്. അപ്പോൾ കൊല്ലാവസാനം 2019 അവസാനമാണ് ഇങ്ങനെ ഒരു യാത്ര പോകാനായിട്ട് ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഷറഫ്ക്കയും ആളുടെ വൈഫ് റസാനയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ ഫോർട്ട് കൊച്ചിയിലും അതുപോലെ തന്നെ മൂന്നാറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ നിക്കാഹ് കഴിഞ്ഞ അന്ന് മുതലേ എൻ്റെ ഹസ്ബൻഡിനോട് പറയാറുണ്ട് എനിക്ക് ഫോർട്ട് കൊച്ചിയിൽ പോകണം, എന്നെ ഒന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ വളരെ കാത്തിരുന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെയാണ് ആ ഫോർട്ട് കൊച്ചിക്ക് പോയത്. അപ്പോൾ ഫോർട്ട് കൊച്ചിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. എന്താ പറയുക, കുറേ തരം ഡിഫറെൻ്റ് ആൾക്കാരുണ്ട്. പിന്നെ അവിടെ എപ്പോഴും ഭയങ്കര റഷാണ്. ഞങ്ങൾ ഇയർ എൻഡിലാണ് പോയത്. അതുപോലെ തന്നെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ക്രിസ്മസ് കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം നല്ല റഷ് ഉണ്ടായിരുന്ന ടൈമായിരുന്നു. പിന്നെ വെക്കേഷൻ ആവണല്ലോ. അപ്പോൾ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. പിന്നെന്താ പറയുക, അവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാൽ നമുക്ക് വാങ്ങാൻ തോന്നും. പക്ഷെ നമ്മൾ മൊത്തമായിട്ട് വാങ്ങാൻ പാടില്ല കേട്ടോ. നമ്മളുടെ നാട്ടിലെ സാധനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കുറവൊന്നുമില്ല, ഒരു പൊടി കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഞാൻ ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് നമ്മളുടെ യൂട്യൂബിൽ മറ്റുള്ള വ്ളോഗേഴ്സൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസിൽ കൂടെ അതുപോലെ തന്നെ കുറേ പിക്ചേഴ്സ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മളുടെ പ്രീ വെഡ്ഡിങ് ഷൂട്ട് അതുപോലെ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ പലരും മറ്റേ ഓൾഡ് ഹാർബർ ഹോട്ടൽ അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ തന്നെ ഒരു ഗ്രീൻ ഹൗസ് അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനിതൊക്കെ എവിടെയാണ് ആലോചിച്ച് നടക്കുമ്പോഴാണ് ഓൾഡ് ഹാർബർ ഹോട്ടൽ കണ്ടത്. അപ്പോൾ അവിടുത്തെ ഫ്രണ്ടിൽ നിന്നിട്ട് ആൾക്കാർ ഇങ്ങനെ പിക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോട് എനിക്കും അവിടെ നിന്നിട്ട് പിക്ക് എടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കണ്ടു നോക്കുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് കുറേ സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. പെൺകുട്ടികൾക്കുള്ള കമ്മൽ, വള, പിന്നെന്താണ് മെയിലാഞ്ചിയുടെ അച്ചുകൾ, പിന്നെ കളിക്കുന്ന കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ചിലവാകും. പിന്നെ ഈ ആക്സസറീസ് അങ്ങനത്തെ, പിന്നെ പേഴ്സ്, പിന്നെ കുറേ ഫുൾ പെൺകുട്ടികൾക്ക് പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. ടോയ്സ് ഉണ്ട്, കുറേ ഡെക്കറേറ്റ് ചെയ്യുന്ന വീട്ടിൽ നമ്മൾ ഷെൽഫിലൊക്കെ വെക്കാൻ കഴിയുന്ന ടൈപ്പ്, അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ കഴിയുന്ന സംഭവങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. റേറ്റ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മളുടെ നാട്ടിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാളും ചീപ്പ് റേറ്റിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആകെ ഒരു സംഭവം മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാനിവിടെ കാട്ടിത്തരണ്ട് എന്താ വാങ്ങിയെന്നുള്ളത്. പിന്നെ അപ്പോൾ ഇങ്ങനെ കുറേ കുഞ്ഞു ഷോപ്പുകൾ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഉള്ള കാരണം കണ്ണിന് കുളിർമയേക്കുന്ന കാഴ്ചയാണ്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ വുഡണിൽ ചെയ്ത കുറേ സംഭവങ്ങളുണ്ട്, നമ്മളുടെ ഷോക്കേഴ്സിലൊക്കെ വെക്കാൻ കഴിയുന്ന ഭയങ്കര വുഡണിൽ. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ സംഭവങ്ങളൊക്കെ. പിന്നെന്താണ്, നമ്മൾ കേരളത്തിൻ്റെ ഒരു തനിമ നിലനിർത്തുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫോറിനേഴ്സിനെയും അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേരളയിൽ നിന്ന് വരുന്നവരൊക്കെയാണ് ഇത് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് കുറേ അധികം തന്നെ നടന്നിട്ടുണ്ടെന്ന് പറയാം.
നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഫോർട്ട് കൊച്ചിക്കൊക്കെ പോയാൽ മതി കേട്ടോ. കാരണം നമ്മൾ ഫുള്ള് നടന്ന് കാണുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. പിന്നെ പിന്നെ എനിക്ക് എന്നെയും ഈ വീഡിയോയിലൊക്കെ കാട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് കാരണം എനിക്ക് എന്നെ എടുക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിലില്ലാത്തത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പിക്ചേഴ്സൊക്കെ ഇതിൻ്റെ എൻഡിൽ തന്നെ ഇടുന്നുണ്ട്. പിന്നെ കാണുന്നതാണ് നമ്മളുടെ ചീനവല ഉണ്ടല്ലോ. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ട് നമ്മൾ ബോട്ടും ചീനവലൊന്നും കാട്ടില്ലെങ്കിൽ അതൊക്കെ ഭയങ്കര കുറവാകുമല്ലോ. അപ്പോൾ എനിക്ക് ആ ചീനവലയുടെ അവിടെ പോയിട്ട് പിക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ ഭാഗത്തേക്കൊന്നും ആരും കടത്തി വിടുന്നില്ല ഫോട്ടോ എടുക്കാനൊന്നും. അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ തന്നെ ഫുള്ള് ഇങ്ങനെ എല്ലാ ഭാഗത്തും സാധനങ്ങൾ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുക. പിന്നെ കുറേ ബോട്ടുകളൊക്കെ സൈഡിലുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം കടലിൻ്റെ അടുത്തെത്തി തുടങ്ങിയിട്ട്, കരയുടെ ഒക്കെ അടുത്തെത്തി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഇരുന്ന് കുറച്ച് ടൈം അവിടെ ഇരുന്നിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പിക്കൊക്കെ എടുക്കാം. അതിൻ്റെ അപ്പുറമൊന്നും കിടക്കാൻ പാടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കിടക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ കുറേ അധികം ആൾക്കാർ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വീഡിയോയിൽ ഞാനൊരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഈ വട ഉണ്ടാക്കുന്ന വട അല്ലെങ്കിൽ മുറുക്ക് അതുണ്ടാക്കുന്ന ഈ അച്ചാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അതിന് 40 രൂപയായി. അയാൾ 60 രൂപയോ 80 രൂപയാണ് പറഞ്ഞത്. നമ്മൾ അവരോട് ചോദിച്ചിട്ട് അവർ 40 രൂപയ്ക്ക് ഇത് തന്നു. പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ കാട്ടി തന്നു. അപ്പോൾ ഞാൻ സംഭവം കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ടൈം കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അരിമുറുക്ക് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. ഭയങ്കര ഈസി ആയിട്ടൊക്കെ അവർ തന്നൊരു ഡോ വെച്ചിട്ട് ഭയങ്കര ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ കഴിയണമൊക്കെ ഉണ്ട്. നമ്മളുടെ മാവ് വെച്ചിട്ട് എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ അങ്ങോട്ട് ഫുള്ള് മീനുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് മീനുകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനുകളായിരുന്നു. നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളുടെ വീട് ദൂരമായ കാരണം. പിന്നെ നമ്മൾ ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിൽ നേരെ മൂന്നാറിലേക്കാണ് പോണത്. ഇപ്പോൾ വാങ്ങി കഴിഞ്ഞാലും മീൻ നാശമായി പോവുള്ളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ തന്നെ അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല സൂപ്പർ ഫ്രഷ് കിടല മീനാണ്. വില വലിയ സൈസിലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു മീനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ് ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പൊക്കി കാട്ടി തന്ന്. അത് ടൈഗർ പ്രോണാ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഇങ്ങനെ കുറേ അധികം തന്നെ നടന്നു. കാലൊക്കെ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ കടൽക്കരയിൽ എത്തിയിട്ടുണ്ട്. കരയിലേക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഇതാ വലിയൊരു ഷിപ്പ് അവിടെ അതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് അത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ ഇരിക്കാമെന്ന് കരുതി. അവിടെ കുറച്ച് ടൈം ഇരുന്ന് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കാലൊക്കെ നല്ല കടയുന്നുണ്ടായിരുന്നു നടന്നിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം ഷിപ്പും കണ്ട് കുറച്ച് ടൈം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നടക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു എൻഡ് ഉണ്ട്. ആ ഒരു എൻഡ് വരെ നടന്നിട്ട് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഉപ്പിലിട്ട എന്താ പറയുക പിക്കിൾസ് ഉണ്ടല്ലോ. നെല്ലിക്ക, മാങ്ങ, അരിനെല്ലിക്ക, പൈനാപ്പിൾ, പിന്നെന്താണ് പേരക്ക, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് പിക്കിൾസൊക്കെ ഉണ്ട്. ഞങ്ങളതൊന്നും വാങ്ങി കഴിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ വല്ല ഫുഡ് പോയ്സണൊക്കെ വന്നാലോ എന്ന് പേടിച്ചിട്ട് കഴിച്ചിട്ടില്ല. അങ്ങനെ പുറത്തുനിന്ന് അതൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ. ഇനിയിപ്പോൾ അത് ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. എന്തായാലും പിക്കിൾസ് ഉപ്പിലിട്ട നല്ല ടേസ്റ്റാണ്. ഫോർട്ട് കൊച്ചിക്ക് കഴിഞ്ഞ മുസിരീസ് ബിനാലേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാധിച്ചില്ല. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത മുസിരീസ് ബിനാലേക്കും വരാൻ കഴിയുമെന്ന് വിചാരിക്കണു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും കുറേ വീഡിയോസൊക്കെ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടും ഇപ്പോൾ ആൾ റീച്ച് കുറവാണ്, ആൾക്കാർ കാണുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആരും അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്യണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് പോയ കാരണം അങ്ങനെ കുറേ അധികം സാധനങ്ങളൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല. ഒരു വിഷമം ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം പോയിട്ടുണ്ടെങ്കിൽ കുറേ അധികം സാധനങ്ങൾ തന്നെ വാങ്ങണം. കുറേ അധികം കളർഫുള്ളായിട്ടുള്ള ടോയ്സ് ഉണ്ട്. പിന്നെ എന്താണ് ടോയ്സ് തന്നെ കുറേ അധികം തന്നെ ഉണ്ട്. ഭയങ്കര കളർഫുള്ളാണ് കാണാൻ തന്നെ. പിന്നെ കുറേ ബാഗ്സ് കണ്ടില്ലേ, ഭയങ്കര നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടുള്ള ബാഗ്സ് അവിടെ കണ്ടു. പിന്നെ കുറേ ബബിൾസ് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ ഭയങ്കര കളർഫുള്ളാണ്. ശരിക്കും നല്ല ഭംഗിയിൽ നമ്മൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് നമ്മളുടെ ടേബിൾമേലൊക്കെ കൊണ്ടുവെക്കാൻ കഴിയുന്നതാണ്.
പിന്നെ കുറേ ഹാങ് ചെയ്ത് ഇടുന്ന കുറേ സംഭവങ്ങൾ, പിന്നെ കുറേ കുട്ടികൾക്കുള്ള ഇയറിങ്സ് ഉണ്ട്, പിന്നെ ക്രാബ് ഉണ്ട്, പിന്നെ എന്താണ് ബാംഗിൾസ് ഉണ്ട്, കമ്മൽ, പിന്നെ സ്റ്റിക്കൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ സെൽഫി സ്റ്റിക്കൊക്കെ. പിന്നെ തന്നെ മെയിലാഞ്ചി അച്ച്, പിന്നെ ഈ ബ്ലാക്ക് വുഡനിൽ ചെയ്തിട്ടുള്ള മാല, പിന്നെ ബബിൾസ് ഉണ്ടാക്കുന്ന ബബിൾ മേക്കർ, പിന്നെ കുഞ്ഞു ബോട്ട്, ലൈറ്റ്, അങ്ങനെ വെറൈറ്റി സംഭവങ്ങൾ തന്നെ ഉണ്ട് അവിടെ. അപ്പോൾ പോകുമ്പോൾ കുറച്ചധികം കാശായിട്ട് പോവുക സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആകെ ഒരു സംഭവം മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി പോകുമ്പോൾ എന്തായാലും വാങ്ങണം കുറേ സാധനങ്ങൾ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ, രാവിലെ ഒരു 6:30-7:30 ഇറങ്ങിയതാണ്. എന്നിട്ട് ഫുള്ള് ആദ്യം കൊച്ചിയിലെത്തി, ദെൻ ചെറായി ബീച്ചിൽ പോയി. അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഒന്ന് വ്ളോഗ് ചെയ്താലോ എന്നുള്ളത്, യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ഞാൻ വ്ളോഗ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറായി ബീച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഏതൊക്കെയോ ബീച്ച് പോയി. പിന്നെ കുറേ സ്ഥലങ്ങൾ ഇതുപോലെ ബീച്ചുകളൊക്കെ നടന്നു. പിന്നെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി കഴിഞ്ഞിട്ട് പിന്നെ ജൂ ടൗൺ പോയി. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി. പിന്നെ അവിടുന്ന് കുറേ ക്യൂൻസ് പാർക്ക്, നെഹ്റു പാർക്ക്, പിന്നെ എന്താണ് മറൈൻ ഡ്രൈവ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി വേറൊരു അവസരത്തിൽ ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വ്ളോഗായിരുന്നു. അത് തിരൂർ കൂട്ടായി ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചുണ്ട്, അവിടെ പോയിട്ടുള്ളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലെ വ്ളോഗൊക്കെ ഇടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം കേട്ടോ. നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള കമൻസൊക്കെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. പിന്നെ ഇഷ്ടമായാലും ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസിപ്പിയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഏതിൽ വേണമെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ ഫോട്ടോസിൻ്റെ അടിയിലാണെങ്കിലും വീഡിയോസിൻ്റെ അടിയിലാണെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് കുറേ അധികം പിന്നെയും നടന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈമും കൂടി അവിടെ ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ 2 പാക്കറ്റ് കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല വാങ്ങിയിട്ട് അവിടെ ഒരരികത്ത് പോയിട്ട് ഇരുന്ന് ദെൻ കുറച്ച് ടൈം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ആസ്വദിച്ചു. അപ്പോൾ കുറേ ഫാമിലീസും അതുപോലെ തന്നെ സ്റ്റുഡൻസൊക്കെ ബീച്ചിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നമ്മൾ ഇനിയും ട്രിപ്പൊക്കെ പോകാനുള്ള കാരണം കാലം നനയ്ക്കാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, ഡ്രസ്സ് നനയ്ക്കാനൊന്നും. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അടുത്തൊരു ഷിപ്പും കൂടി വന്നിട്ടോ. അപ്പോൾ ആ ഷിപ്പിനെ കുറച്ച് നേരം നോക്കി, അവിടെ ഇങ്ങനെ കുറേ നേരം വായ നോക്കിയിരുന്നെന്ന് തന്നെ പറയാം. പിന്നെ കൊച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബോട്ടും കപ്പലും ഒക്കെ നിറഞ്ഞതാണല്ലോ. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞങ്ങൾ ഫോർട്ട് കൊച്ചിക്ക് വന്നത് ജാങ്കാറിൽ കയറിയിട്ടാണ്. ജാങ്കാറിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടൊക്കെ വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷേ കറക്റ്റ് ഭംഗിയിൽ കിട്ടിയില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ജാങ്കാറിലാണ് ഇരിക്കണതെന്നൊന്നും. അപ്പോൾ ആ ഭാഗമൊന്നും ഞാൻ ഇതിലിടുന്നില്ല. അങ്ങനെ ഈ ഷിപ്പ് പോയ ശേഷം ഞങ്ങൾ തിരിച്ച് വന്ന അതേ വഴി തന്നെ തിരിച്ച് നടന്ന് ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തോടത്തേക്ക് തന്നെ പോയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്പോൺസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനിയും ഇതേപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. താങ്ക്